Eighth question. Evaluate integral over c x square divided by y raised to 4 by 3 ds. Evaluate integral over c x square divided by y raised to 4 by 3 ds, where c is the curve, x equal to t square, y equal to t cube for 1 less than or equal to t less than or equal to 2. Evaluate integral over c x square divided by y raised to 4 by 3 ds, where c is the curve x equal to t square, y equal to t cube for 1 less than or equal to t less than or equal to 2. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ദ കർവ് ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഇൻ്റഗ്രൽ ഓവർ എ ഫംഗ്ഷൻ ഓവർ എ കർവ് സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ് ഫോം ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ ചെയ്യാം? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസിൻ്റെ ഫോമിൽ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ജി ഓഫ് ടി എച്ച് ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി, ഈ ഒരു രീതിയിലല്ലേ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ നമുക്ക് ആദ്യം ആർ ബാർ ഓഫ് ടി വേണം. അപ്പോൾ നമുക്ക് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് ദ കർവ് സി ഇസ് ഈക്വൽ ടു എക്സ് തന്നിട്ടുണ്ട് ടി സ്ക്വയർ ആണ്, വൈ ടി ക്യൂബാണ്. അപ്പം എക്സ് ഐ പ്ലസ് വൈ ജെ ഫോം, അപ്പോൾ ടി സ്ക്വയർ ഐ പ്ലസ് ടി ക്യൂബ് ജെ എന്ന് വരും, വേർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. Therefore velocity vector is equal to 2ti plus 3t square j എന്ന് കിട്ടും. Modulus of the velocity vector is equal to 4t square plus 9t raised to 4 എന്ന് വരും അല്ലേ. 4t square plus 9t raised to 4. t square എടുത്താൽ 4 plus 9t square square root of, which is equal to t into square root of 4 plus 9t square. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് വെലോസിറ്റി വെക്റ്റർ കിട്ടി. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ റേസ് ടു 4/3 ആണ്. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ കൊടുത്താൽ ടി സ്ക്വയർ റേസ് ടു 2. ഇനി വൈക്ക് ടി ക്യൂബാണ്, ടി ക്യൂബ് റേസ് ടു 4/3. അപ്പോൾ ഇത് ടി റേസ് ടു 4 ഡിവൈഡ് ബൈ ടി ക്യൂബ് റേസ് ടു 4/3 എന്ന് പറയുമ്പം ഈ ടി ക്യൂബിൻ്റെ ക്യൂബും 4/3യുടെ ഇതും കൂടി ക്യാൻസൽ ചെയ്യും. അല്ലെങ്കിൽ 3 ഇൻറ്റു 4/3 എന്ന് പറയുമ്പോൾ അത് ടി റേസ് ടു 4 ആണ്. അപ്പം ടി സ്ക്വയർ ടി റേസ് ടു 4, ഡിനോമിനേറ്റർ ടി ക്യൂബിനെ റേസ് ടു 4/3 ചെയ്യുമ്പോൾ ടി റേസ് ടു 4. അപ്പം ടി റേസ് ടു 4ഉം ടി റേസ് ടു 4ഉം കൂടെ നമുക്ക് 1 എന്ന് കിട്ടും. Therefore integral over c x square divided by y raised to 4/3 ds is equal to integral range 1 to 2 ആണ്, f of t square t cube modulus of v bar of t dt എന്ന് വരും, which is equal to integral 1 to 2 f of t square t cube എന്ന് പറയുന്നത് 1 ആണ്, modulus of v bar of t എന്ന് പറയുന്നത് t into square root of 4 plus 9t square dt. അപ്പോൾ നമ്മൾ ഫോമുലയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം ഇൻ്റഗ്രൽ 1 to 2 4 plus 9t square ഇൻറ്റു സ്ക്വയർ റൂട്ടിൻ്റെ ഇൻറ്റു ടി ആണ്. അപ്പോൾ നമുക്ക് 4 plus 9t squareന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പുട്ട് യു ഈസ് ഈക്വൽ ടു 4 plus 9t square എടുത്താൽ ഡി യു എന്ന് പറയുന്ന 4ൻ്റെ ഡെറിവേറ്റീവ് 0, 9t square ഡെറിവേറ്റീവ് 9 ഇൻറ്റു 2t എന്ന് പറയുമ്പോൾ 18t dt എന്ന് വരും. നമുക്കിവിടെ ടി ഡി ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഡി യു ബൈ 18 ഇസ് ഈക്വൽ ടു ടി ഡി ടി എന്ന് എടുക്കാം. പിന്നെ റേഞ്ച് വേണം. വെൻ ടി ഇസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പം യു എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 plus 9 13. വെൻ ടി ഈക്വൽ ടു 2 യു ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ 4. അപ്പോൾ 9 ഇൻറ്റു 4 36 plus 4 40 എന്ന് വരും. Therefore u varies from 13 to 14 എന്ന് വരും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടി. സ്ക്വയർ റൂട്ട് ഓഫ് 4 plus 9t square ഇൻറ്റു ടി ഡി ടി. അപ്പോൾ 4 plus 9t squareനെ
നമ്മൾ യു എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഡെറിവേറ്റീവ് രണ്ട് സൈഡിൽ എടുക്കുമ്പോൾ ഡി യു എന്ന് പറയുന്നത് 18t ആണ്. നമുക്കിവിടെ ടി ഡി ടി ഉണ്ട്. അപ്പം ഡി യു നമുക്ക് 18t dt എന്ന് കിട്ടിയതുകൊണ്ട് ഡി യു ബൈ 18 എന്ന് പറയുന്നത് ടി ഡി ടി. അപ്പോൾ ഇവിടുത്തെ ടി ഡി ടിക്ക് പകരം നമുക്ക് ഡി യു ബൈ 18 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പിന്നെ ടിയുടെ റേഞ്ച് 1 ആകുമ്പം ടി ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ 4 + 9 13 ആയിരിക്കും യു. ടി ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ 4 + 9 × 4 36, അപ്പോൾ 40 വരും. Therefore integral over c x² divided by y⁴/3 ds is equal to നമ്മൾ റേഞ്ച് 13 to 14 ആയിട്ട് മാറും. ടി ഡി ടിക്ക് വരെ നമുക്ക് ഡി യു ബൈ 18, 4 + 9 t² എന്ന് പറഞ്ഞാൽ യു. അപ്പോൾ u⁻², ഇത്രയും പോർഷനെ u⁻². ടി ഡി ടിയെ നമുക്ക് ഡി യു ബൈ 18 കിട്ടും. അപ്പോൾ 18 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് ഇൻ്റഗ്രേഷൻ നടത്തിയാൽ മതി. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യുമ്പം റേഞ്ച് മാറ്റണം എന്നുള്ളത് ഓർത്തോണം. അവിടെയാണ് എല്ലാവരും തെറ്റിക്കുന്നത്. അപ്പോൾ 1/80 ഇനി u⁻² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ u⁻² + 1 എന്ന് പറയുമ്പോൾ u⁻³ ഡിവൈഡഡ് ബൈ 3/2 റേഞ്ച് 13 to 14 എന്ന് വരും. അപ്പോൾ അത് 1/18 ഇൻറ്റു 2/3. 3/2 നമുക്ക് 3/2 ആയിരുന്നു. അതിനെ മുകളിലോട്ട് വരുമ്പോൾ അത് റെസിപ്രോക്കൽ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണല്ലോ. അപ്പോൾ അത് 2/3 u⁻³ ഫ്രം 13 to 14 വരും. ഇവിടെ 2ഉം 18ഉം കൂടെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ അത് 1/27. ഇനി റേഞ്ച് കൊടുക്കുമ്പോൾ 40⁻³ മൈനസ് 13⁻³. 14ഉം 13ഉം നമുക്ക് സ്ക്വയർ റൂട്ട് ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഇവിടെ തന്നിരിക്കുന്നത് കർവ് എന്ന് പറയുന്നത് x = t², y = t³ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ r⁻ കണ്ടുപിടിക്കുക. പിന്നെ ഇൻ്റഗ്രേഷൻ്റെ അകത്തൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടി വന്നു. 9th question. Evaluate integral over c x plus root y ds where c is given in the figure. Evaluate integral over c x plus root y ds where c is given in the figure. ഇവിടെ 0 0, ഇവിടെ 1 1. ആദ്യം സ്ട്രെയിറ്റ് ലൈൻ y = x, ഇവിടെ y = x². അപ്പം ഇവിടെ നിങ്ങോട്ട് ഇതിനെയാണ് c ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പം 0 0 നിന്ന് 1 1 ആദ്യം 0 0 നിന്ന് 1 1 y = x². ഇങ്ങനെ പോയിട്ട് തിരിച്ച് 1 1 നിന്ന് 0 0 പോവുകയാണ്. ഇത് y = x, ഇത് y = x². ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കിതിനെ ഫിഗറിൽ തന്നെ ഇതിനെ C1 എന്നും ഇതിനെ C2 എന്നും എടുക്കാം. ഇത് C1, ഇത് C2. എന്നിട്ട് C1ഉം C2ഉം നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഓവർ c x plus root y ds is equal to integral over c1 x plus root y ds plus integral over c2 x plus root y ds. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഓവർ c x plus y dsനെ നമ്മൾ രണ്ടായിട്ട് ഇൻ്റഗ്രൽ ഓവർ c1 x plus root y ds പ്ലസ് ഇൻ്റഗ്രൽ ഓവർ c2 x plus y dx എടുക്കുക. ഇനി c1 കൺസിഡർ ചെയ്താൽ c1 എന്ന് പറയുന്നത് y = x² ഫ്രം 0 0 to 1 1 ആണ്. y = x² ആകുമ്പോൾ നമുക്ക് x = t, y = t² കൊടുക്കാം. അപ്പോൾ r1 bar of t എന്ന് പറയുന്നത് ti പ്ലസ് t²j എന്ന് വരും. അവിടെ മോഡുലസ് ഓഫ് v1 ഓഫ് t എന്ന് പറയുന്നത് അതിന് ഡെറിവേറ്റീവ് എടുക്കും i പ്ലസ് 2tj. മോഡുലസ് ഓഫ് v1 ഓഫ് t എന്ന് പറയുന്നത് 1 + 4t² √ 1 + 4t² സ്ക്വയർ റൂട്ട്. അപ്പം അതും കിട്ടി. ഇനി നമുക്ക് റേഞ്ച് വേണം. റേഞ്ച് ടിയുടെ നോക്കുക മതി. x = t ആണല്ലോ. ഇവിടെ എക്സ് ടി ആയതുകൊണ്ട് നമ്മൾ നോക്കുമ്പം ആ ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത് എക്സിൻ്റെ റേഞ്ച്. അപ്പോൾ എക്സ് നോക്കുമ്പോൾ 0 0 നിന്ന് 1 1 പോകുക എന്ന് പറയുമ്പോൾ എക്സ് 0 തൊട്ട് 1 വരെയാണ് വേരി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ടി വേരീസ് ഫ്രം 0 to 1 എന്ന് കിട്ടി.
ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എക്സ് പ്ലസ് റൂട്ട് വൈ ആ. ഹിയർ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് റൂട്ട് വൈ. അതിനെ ഇൻ ടേംസ് ഓഫ് ടിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം എക്സ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു ടി സ്ക്വയർ. അപ്പോൾ അത് ടി പ്ലസ് ടി വരും ഈക്വൽ ടു 2t. Therefore, integral over C1 x plus root y ds is equal to range 0 to 1 വരും. നമുക്ക് എഫ് ഓഫ് എക്സ് വൈയെ നമുക്ക് 2t ഇൻറ്റു മോഡുലസ് ഓഫ് v1 ഓഫ് ടി ഡി ടി എടുക്കാം. അപ്പോൾ അത് ഇൻ്റഗ്രൽ 0 to 1 2t ഇൻറ്റു മോഡുലസ് ഓഫ് v1 ഓഫ് ടി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 4t സ്ക്വയർ ഡി ടി എന്ന് വരും. 1 പ്ലസ് 4t സ്ക്വയർ ഡി ടി. അപ്പോൾ മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യം വരും. സൈഡിൽ ചെയ്താൽ മതി. മുമ്പത്തെ സെയിം സബ്സ്റ്റിറ്റ്യൂഷനാണ് വരുന്നത്. u ഇസ് ഈക്വൽ ടു 1 പ്ലസ് 4t സ്ക്വയർ. അവിടെ 4 പ്ലസ് 9t സ്ക്വയർ ആണെന്നേ ഉള്ളൂ. അപ്പം ഡി യു എന്ന് പറയുന്നത് 4 ഇൻറ്റു 2 8t ഡി ടി വരും. ഇവിടെ 2t ഡി ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഡി യു ബൈ 4 ഇസ് ഈക്വൽ ടു 2t ഡി ടി. ഇനി ടിക്ക് ഈക്വൽ ടു 0 വരുമ്പം ടി ഈക്വൽ ടു 0 വരുമ്പം യു ഇസ് ഈക്വൽ ടു 1. ടി ഈക്വൽ ടു 1 വരുമ്പം യു ഇസ് ഈക്വൽ ടു 5. Therefore, integral over C1, therefore, integral over C1 x plus root y ds is equal to, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ റേഞ്ച് 1 to 5 ആയിട്ട് മാറും. ഇൻ്റഗ്രൽ 1 to 5 2t ഡി ടിയെ നമുക്ക് ഡി യു ബൈ 4. അപ്പോൾ യു റേസ് ടു ഹാഫ് ഡി യു ബൈ 4 എന്ന് വരും. അപ്പോൾ അത് 1 by 4 യു റേസ് ടു ഹാഫ് എടുക്കുമ്പോൾ യു റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 ഫ്രം 1 to 5. അപ്പം 1/4 ഇൻറ്റു 2/3 നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പം 2/3. 5 റേസ് ടു 3/2 മൈനസ് 1 റേസ് ടു 3/2 എന്ന് വരും. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പം 1/6 5 റേസ് ടു 3/2 മൈനസ് 1 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു 1/6 5 റേസ് ടു 3/2 മൈനസ് 1 റേസ് ടു 3/2 എന്ന് പറയുന്നത് 1 തന്നെയാണ്, മൈനസ് 1. ഇതിനെ ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. നമ്മൾ ആദ്യം എടുത്തത് ഇൻ്റഗ്രൽ ഓവർ സി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C1 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എന്ന് എടുത്തതിന് ഇക്വേഷൻ 1 എന്ന് എടുക്കാം. ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഓവർ C2 ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഫിഗർ നിങ്ങൾ നോക്കേണ്ടി, ഞാൻ ഫിഗർ മായ്ച്ചു. അപ്പോൾ C2 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? y ഈക്വൽ ടു എക്സ്. അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ആദ്യം എഴുതി, പിന്നെ ഇങ്ങോട്ടാണ്. അപ്പോൾ അത് 1 നിന്ന് 0 ഫ്രം 1 to 0 y ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട് നമുക്ക് എക്സ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു ടി. ടിയുടെ റേഞ്ച് 1 തൊട്ട് 0 വരെയാണ്, 1 to 0. Therefore, velocity vector v2 of t is equal to, അല്ല ആദ്യം r2 എഴുതണമല്ലോ, r2 of t is equal to ti plus tj. Therefore, velocity vector v2 is equal to I plus j. Modulus of v2 of t is equal to 1 plus 1 equal to √2 എന്ന് വരും. അപ്പോൾ എക്സും വൈയും കിട്ടി. നമുക്ക് അതിൽ നിന്ന് R2 കണ്ടുപിടിച്ചു, V2 കണ്ടുപിടിച്ചു. ഇനി എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് പ്ലസ് റൂട്ട് വൈ ആണ്. അതപ്പോൾ ടി പ്ലസ് റൂട്ട് ടി എന്ന് വരും. Therefore, ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് എക്സ് വൈ ഡി എസ് എന്ന് പറയുന്ന റേഞ്ച് നമ്മൾ 1 to 0 ആണ്. 1 to 0 ടി പ്ലസ് റൂട്ട് ടി ഇൻറ്റു മോഡുലസ് ഓഫ് V2 ഓഫ് ടി എന്ന് പറയുന്നത് √2 ഡി ടി വരും. അപ്പോൾ അതിനകത്ത് √2 കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ √2 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു √2 കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. റേഞ്ച് 1 to 0 ടി പ്ലസ് റൂട്ട് ടി ഡി ടി ഈക്വൽ ടു √2 ഇൻറ്റു ടി എന്ന് പറയുന്ന ടി സ്ക്വയർ ബൈ 2 പ്ലസ് ടി റേസ് ടു ഹാഫ് എന്ന് പറയുമ്പോൾ ടി റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2. റേഞ്ച് 1 തൊട്ട് 0 വരെ വരും. വിച്ച് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 പ്ലസ് 2/3 ടി റേസ് ടു 3/2
റേഞ്ച് 0 to 1. അപ്പോൾ √2 ഇൻറ്റു 0 to 1 അല്ല 1 to 0 ആണ് മാറിപ്പോയത്. 1 to 0. 0 കൊടുക്കുമ്പോൾ രണ്ടും 0 ആണ്. മൈനസ് 1/2 പ്ലസ് 2/3. t ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഇവിടെ 1/2, ഇവിടെ 2/3 വരും. വിച്ച് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു നമ്മൾ LC എടുത്ത് സിംപ്ലിഫൈ ചെയ്ത 3 + 4 -7/6 -7/6 √2 എന്ന് വരും. -7/6 √2 which is equal to -7 √2/6. ഇതിനെ ഇക്വേഷൻ 3 എന്ന് എടുക്കാം. Therefore, from 1, 2 and 3, integral over C x plus √y ds is equal to 1/6 5^3/2 minus 1 minus 7/√2/6. അപ്പോൾ നമുക്ക് 1/6 കോമൺ ആയിട്ട് എടുത്താൽ 5^3/2 മൈനസ് 7/√2 മൈനസ് 1 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. നമ്മളിത് കർവിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 10th question. Integrate f of xy equal to x plus y. Integrate f of xy equal to x plus y over the curve C. C എന്നേക്കുന്ന x square plus y square equal to 4 in the first quadrant from 0 to from 20 from 0 to 02. Integrate f over the curve C x square plus y square equal to 4 in the first quadrant from 20 to 02. 20 in the 02. അപ്പം ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. അതെന്താണ്? നമ്മൾ ഫിഗർ വരയ്ക്കുവാണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ 20 എന്നുള്ള പോയിൻ്റ് ഇവിടെ വരുന്നത്, 02 ഇവിടെ. അപ്പോൾ ഇത് സർക്കിളാണ് അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുന്നത് സർക്കിളാണ്. അപ്പോൾ സർക്കിളിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിലെ പോർഷൻ മൊത്തമുള്ള സർക്കിൾ ഇത് ഇത്രയും വരും. അത് 20 തൊട്ട് 02 വരെയുള്ള പോർഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിലെ സർക്കിളാണ്. അപ്പോൾ ഇതാണ് 20, ഇതാണ് നമ്മുടെ കർവ് സി എന്ന് പറയുന്നത്. 20 നിന്ന് 02. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ള. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ എളുപ്പം പാരാമെട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് എക്സ് ഈക്വൽ ടു 2 cos t, y is equal to 2 sin t നമ്മൾ എടുക്കുവാണെങ്കിൽ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ആഡ് ചെയ്യുമ്പോൾ 4 cos സ്ക്വയർ ടി പ്ലസ് 4 sin സ്ക്വയർ ടി ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 4 ആണ്. അപ്പോൾ നമ്മൾ സാധാരണ സർക്കിളിൻ്റെയൊക്കെ പാരാമീറ്റർ ഇക്വേഷനായിട്ട് നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സർക്കിൾ ആണെങ്കിൽ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ യൂസ് ചെയ്യുന്ന എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ടി. ഫുൾ സർക്കിൾ ആണെങ്കിൽ ടിയുടെ റേഞ്ച് 0 to 2π വരും. ഇവിടെ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ആയതുകൊണ്ട് ഇവിടെ ടി ഈക്വൽ ടു 0 തൊട്ട് ടി ഈക്വൽ ടു π/2 വരെയല്ലേ. ടിക്ക് 0 കൊടുത്ത് നോക്കിയാൽ ടിക്ക് 0 കൊടുക്കുമ്പോൾ x2 y0, ടിക്ക് π/2 കൊടുക്കുമ്പം x0 y2 വരും. അപ്പോൾ നമുക്ക് 20 തൊട്ട് 02 എന്ന് പറയുമ്പോൾ ടി വേരീസ് ഫ്രം 0 to π/2. അപ്പോൾ നമുക്ക് പാരാമെട്രിക് ഇക്വേഷനായി. അപ്പോൾ സി എക്സ് ഈക്വൽ ടു 2 cos t, y is equal to 2 sin t. Therefore, r bar of t equal to 2 cos t I plus 2 sin t j, 0 less than or equal to t less than or equal to π/2 എന്ന് എഴുതാം. Therefore, the velocity vector v bar of t equal to minus 2 sin t I plus 2 cos t j. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -2 sin t, ഇവിടെ +2 cos t j, 0 less than or equal to t less than or equal to π/2. മോഡുലസ് ഓഫ് വെലോസിറ്റി വെക്റ്റർ എന്ന് പറയുന്നത് 4 sin സ്ക്വയർ t പ്ലസ് 4 cos സ്ക്വയർ ടിയുടെ സ്ക്വയർ റൂട്ടാണ്.
അപ്പോൾ അത് √4 sin square t plus cos square t വരും. അത് 1 ആണ്. അപ്പോൾ √4 2 വരും. മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി എന്ന് പറയുന്നത് 2 വരും. ഇനി എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 cos t പ്ലസ് 2 sin t എന്ന് വരും. ദെർഫോർ ഇൻ്റഗ്രൽ ഓവർ സി എക്സ് പ്ലസ് വൈ ഡി എസ് ഇസ് ഈക്വൽ ടു റേഞ്ച് 0 to π/2 ആണ്. എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 2 cos t പ്ലസ് 2 sin t ഇൻറ്റു മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി. മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 2 cos t 2 ഇൻറ്റു cos t പ്ലസ് sin t. 2 കോമൺ ആയിട്ട് എടുക്കാൻ 2 ഇൻറ്റു cos t പ്ലസ് sin t. മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി 2. അപ്പോൾ നമുക്ക് 4 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ ഓഫ് കോസ് എന്ന് പറയുന്നത് മൈനസ് sin t ആണ്. ഇൻ്റഗ്രൽ ഓഫ് കോസ് എന്ന് പറയുന്നത് നമുക്ക് പ്ലസ് സൈൻ്റെ കോസാണ് പ്ലസ് sin t. സൈൻ്റേത് മൈനസ് കോസ് ടി. റേഞ്ച് 0 to π/2. ഇൻ്റഗ്രൽ ഓഫ് കോസ് സൈന്, ഇൻ്റഗ്രൽ ഓഫ് സൈന് മൈനസ് കോസ്. അപ്പോൾ 4 ഇൻറ്റു sin π/2 മൈനസ് കോസ് π/2 മൈനസ് sin 0 മൈനസ് കോസ് 0. 4 ഇൻറ്റു sin π/2 ചെയ്യുമ്പം 1 മൈനസ് 0 മൈനസ് 0 മൈനസ് 1. അപ്പോൾ 1 മൈനസ് 0 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 2 ഈക്വൽ ടു 8 എന്ന് കിട്ടും. ആൻസർ 8 എന്ന് വരും. Eleventh question. Find the integral of f of xy equal to x cube by y where over c where x എന്ന് പറയുന്നത് y c എന്ന് പറയുന്നത് y equal to x square by 2 0 less than or equal to x less than or equal to 2. 0 less than or equal to x less than or equal to 2. അപ്പോൾ നമുക്ക് എക്സ് ക്യൂബ് ബൈ വൈ എ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എക്സ് ക്യൂബ് ബൈ വൈ എ വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഓവർ ദ കർവ്. ഇവിടെ സി എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു ടി കൊടുക്കുവാണെങ്കിൽ y എന്ന് പറയുന്നത് ടി സ്ക്വയർ ബൈ 2 0 ലെസ് എക്സും ടിയും സെയിം ആയതുകൊണ്ട് ടിയുടെ റേഞ്ച് എക്സിൻ്റെ റേഞ്ച് തന്നെ. Therefore, the position vector r is equal to ti plus t square by 2 j എന്ന് വരും. Therefore, velocity vector v of t equal to I plus 2t by 2j. അപ്പം I plus tj എന്ന് വരും. Modulus of velocity vector is equal to 1 plus t square. 1 plus t square. Modulus of velocity vector equal to 1 plus t square സ്ക്വയർ റൂട്ട് വരും. Therefore, ഇനി നമുക്ക് എഫ് ഓഫ് എക്സ് വൈ ഇൻ ടേംസ് ഓഫ് ടി വേണം. എക്സ് ക്യൂബ് ബൈ വൈ ആണ്. എക്സ് എന്ന് പറയുന്നത് ടി, അപ്പോൾ ടി ക്യൂബ്, വൈ എന്ന് പറയുന്നത് ടി സ്ക്വയർ ബൈ 2. അപ്പം ഒരു ടി ക്യൂബും ഈ 2 മുകളിലോട്ട് പോകും. അപ്പോൾ അത് 2t വരും. ടി ക്യൂബ് ഡിവൈഡ് ബൈ ടി സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ ടി സ്ക്വയർ ബൈ 2 എന്നുള്ള 2 മുകളിലോട്ട് വരും. ടി ക്യൂബും ടി സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ടി വരും. അപ്പോൾ ഈക്വൽ ടു 2t. Integral over c f of xy ds is equal to range 0 to 2. T varies from 0 to 2. F of t square by 2 modulus of v bar of t dt. അപ്പോൾ integral 0 to t 2t modulus of v bar of t എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 plus t square dt എന്ന് വരും. അപ്പോൾ നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരും. യു ഈക്വൽ ടു 1 plus t square എടുത്താൽ ഡി യു എന്ന് പറയുന്നത് 2t dt. അപ്പോൾ നമുക്ക് 2t ഡിക്ക് ഡി യു എന്ന് കൊടുക്കാം. വെൻ t ഈക്വൽ ടു 0 യു ഈക്വൽ ടു 1. t ഈക്വൽ ടു 2 വരുമ്പം യു എന്ന് പറയുന്നത് 5 വരും. Therefore,
integral over c f of xy ds is equal to range 1 to 5 ആയിട്ട് മാറി. 2t dക്ക് du u raised to half du എന്ന് വരും. u raised to half du which is equal to u raised to 3 by 2 divided by 3 by 2 range 1 to 5 എന്ന് വരും. range 1 to 5. അപ്പോൾ നമുക്കത് 2 by 3 3 by 2 മുകളിലോട്ട് വരുമ്പോൾ അത് 3 by 2നെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് 2 by 3 എന്ന് വരും. 5 raised to 3 by 2 minus 1. 2 by 3 into 5 raised to 3 by 2 minus 1. 2 by 3 into root 5 cube എന്ന് പറയുമ്പോൾ അത് 5 root 5 minus 1. ഒന്നേ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ കൊണ്ട് ചെയ്യുമ്പോൾ 10 root 5 minus 2 divided by 3 എന്ന് വരും. 10 root 5 minus 2 divided by 3 എന്ന് കിട്ടും. 12th question. Evaluate integral over c x ds where c is രണ്ട് പാർട്ടായിട്ടാണ്. The straight line segment c is the straight line segment x equal to t y equal to t by 2 from 0 0 to 4 2. ഇതാണ് ഫസ്റ്റ് പാർട്ട്. Evaluate integral over c x dx where c is the straight line segment x equal to t y equal to t by 2 from 0 0 to 4 2. Second, the parabolic curve, രണ്ടാമത്തെ curve എന്ന് പറയുന്നത് ഇത് ഓരോന്നും രണ്ട് സെപ്പറേറ്റ് ചെയ്യാനാണ്. The parabolic curve x equal to t y equal to t square from 0 0 to 2 4. The parabolic curve x equal to t y equal to t square from 0 0 to 2 4. From 0 0 to 2 4. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് സി എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു ടി വൈ ഈക്വൽ ടു ടി ബൈ 2 0 0 to 4 2. നമുക്ക് ആർ ബാർ എന്ന് പറയുന്നത് ടി ഐ പ്ലസ് ടി ബൈ 2 ജെ അല്ലേ. എക്സും വൈയും തന്നിട്ടുണ്ട്. ഇനി ടിയുടെ റേഞ്ച് തന്നെയായിരിക്കും എക്സിൻ്റെ റേഞ്ച് തന്നെയായിരിക്കും ടിയുടെ റേഞ്ച്. അപ്പോൾ എക്സ് 0 തൊട്ട് 4 വരെ ആയതുകൊണ്ട് ടി വേരീസ് ഫ്രം 0 to 4. ഇനി വെലോസിറ്റി വെക്റ്റർ എന്ന് പറയുന്നത് ഐ പ്ലസ് 1/2 ജെ വരും. മോഡുലസ് ഓഫ് വെലോസിറ്റി വെക്റ്റർ എന്ന് പറയുന്നത് 1 + 1/4 √5/2 വരും. കാരണം 4 + 1 5/4ൻ്റെ സ്ക്വയർ റൂട്ടാണ് √5/2. Therefore, integral over c x ds is equal to range 0 to 4. x എന്ന് പറയുന്നത് t ഇൻറ്റു മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി എന്ന് വരും. മോഡുലസ് ഓഫ് വി ഇപ്പം ഇൻറ്റഗ്രൽ 0 to 4 ടി ഇൻറ്റു √5/2 ഡി ടി. √5/2 കോൺസ്റ്റൻ്റ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു √5/2 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ടി ചെയ്യുമ്പം ടി സ്ക്വയർ ബൈ 2 റേഞ്ച് 0 to 4 വരും. വിച്ച് ഈസ് ഈക്വൽ ടു √5/2 4² 2 എന്ന് പറയുമ്പോൾ 16 - 0/2. അപ്പോൾ അതെന്ത് വരും? √5 ഇൻറ്റു 16/4 4√5 എന്ന് ആൻസർ വരും. ഫസ്റ്റ് പാർട്ട് 4√5. ഫസ്റ്റ് പാർട്ട് തീർന്നു. രണ്ട് സെപ്പറേറ്റ് ആണ് ചെയ്യേണ്ടത്. സെക്കൻഡ് പാർട്ട് എക്സ് ഈക്വൽ ടു ടി വൈ ഈക്വൽ ടു ടി സ്ക്വയർ ടിയുടെ റേഞ്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെലോസിറ്റി വെക്റ്റർ ആർ ഈസ് ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ. ഇനി എക്സ് ടി ആയതുകൊണ്ട് ടിയുടെ റേഞ്ച് തന്നെയായിരിക്കും എക്സിൻ്റെ റേഞ്ച് ടിക്ക്. അപ്പോൾ ടി വേരീസ് ഫ്രം 0 to 2. വെലോസിറ്റി വെക്റ്റർ എന്ന് പറയുന്നത് ഐ പ്ലസ് 2t ജെ വരും. മോഡുലസ് ഓഫ് ദി വെലോസിറ്റി വെക്റ്റർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 + 4t².
Therefore, integral over c x dx is equal to എക്സിന് പകരം എഫ് ഓഫ് എക്സ് വൈയുടെ സ്ഥാനത്താണ് എക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സിനെ നമുക്ക് ടി എന്ന് കൊടുത്താൽ റേഞ്ച് 0 to 2 ടി ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1+4t² dt. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ് ഈ ടൈപ്പ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമ്മൾ u ഈസ് ഈക്വൽ ടു 1+4t² കൊടുത്താൽ du എന്ന് പറയുന്നത് 8t dt വരും. Therefore, t dt നമുക്ക് du/8 ഈക്വൽ ടു ടി dt എന്ന് കൊടുക്കും. ഇനി റേഞ്ച് വേണം. t0 വരുമ്പം u എന്ന് പറയുന്നത് 1 ആണ്. ടി നമ്മൾ 2 കൊടുക്കുമ്പോൾ t ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ 4 × 4 16 + 1 u ഈക്വൽ ടു 17. Therefore, ഇൻ്റഗ്രൽ ഓവർ c x dx എന്ന് പറയുന്നത് നമുക്ക് 0 to 2 പകരം ഇൻ്റഗ്രൽ 1 to 17 ടി ഡി ടിയെ നമ്മൾ കൊടുത്തത് എന്താണ് du/8. അപ്പോൾ u⁻½ du/8 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1/8 u⁻½ ചെയ്യുമ്പം u⁻³ /3/2 ഫ്രം 1 to 17. അപ്പം 1/8 × 2/3 17⁻³ - 1. അപ്പോൾ നമ്മൾ എൽ സി എടുക്കും, ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 1/12 17⁻³ - 1 കിട്ടും. 17⁻³ - 1. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഈ ടൈപ്പ് ഉണ്ട്, അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസിന് ഇതെല്ലാം ആക്ച്വലി ഇപ്പോൾ ചെയ്ത 8ാമത്തെ പ്രോബ്ലം തൊട്ടുള്ള എല്ലാ എക്സസൈസിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇൻ്റഗ്രേഷൻ തുടക്കമായതുകൊണ്ട് ഞാൻ എല്ലാം സോൾവ് ഔട്ട് ചെയ്ത് തന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ തന്നെ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഫൈൻഡ് ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു y e⁻x² along the curve r of t equal to 4ti minus 3tj minus 1 less than or equal to t less than or equal to 2. Find the line integral of f of xy equal to y e⁻x² along the curve r of t equal to 4ti minus 3tj minus 1 less than or equal to t less than or equal to 2 എന്ന് കിട്ടും. -1 less than or equal to t less than or equal to 2. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എക്സ് ഈക്വൽ ടു 4t, വൈ ഈസ് ഈക്വൽ ടു -3t എന്നുള്ളത് ഓർക്കുക. എക്സ് ഈക്വൽ ടു 4t, വൈ ഈസ് ഈക്വൽ ടു -3t. വെലോസിറ്റി വെക്റ്റർ കാണുക. അപ്പോൾ അത് 4i - 3j വരും. അതിൻ്റെ മോഡുലസ് കാണുക. പിന്നെ വൈക്ക് നമ്മൾ എന്ത് ചെയ്യണം, -3t എന്നുള്ളത് കൊടുക്കണം. ഇക്ക് 4t². അപ്പോൾ ഇത് y -3t e⁻4t ഇല്ല, വേണ്ട ചെയ്തേക്കാം. ഞങ്ങൾക്ക് ഇനി എൻ്റെ ഇൻ്റഗ്രേഷൻ ബുദ്ധിമുട്ട് വന്നെങ്കിൽ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ എക്സും വൈയും തന്നിട്ടുണ്ട്. വെലോസിറ്റി വെക്റ്റർ v ഈസ് ഈക്വൽ ടു 4i - 3j. മോഡുലസ് ഓഫ് വെലോസിറ്റി വെക്റ്റർ എന്ന് പറയുന്നത് 16 + 9 ഈക്വൽ ടു 25 ആണ്, 5 വരും. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് y e⁻x². ഇവിടെ y എന്ന് പറയുന്നത് എന്താ, -3t e⁻x² എന്ന് പറയുമ്പോൾ 16t² വരും. e⁻16t². അപ്പം നമ്മൾ ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ -1 to 2 എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ -3t e⁻16t² മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 2 -3t e⁻16t² മോഡുലസ് ഓഫ് വി എന്ന് പറയുന്നത് 5 മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി എന്ന് പറയുന്നത് 5 വരും. നമ്മളിപ്പം മോഡുലസ് 5 ആണല്ലോ കിട്ടിയത്. അപ്പോൾ 5 × 3 -18 വരും. അപ്പോൾ നമുക്ക് -1 to 2
5 3s are 50 minus 15t e raised to 16t square dt. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യം വരും. 16t സ്ക്വയർ എന്ന് നമ്മൾ കൊടുത്താൽ du എന്ന് പറയുന്നത് 32t dt ആണ്. നമുക്ക് t dt ആണുള്ളത്. അപ്പോൾ അത് du/32നെ നമുക്ക് t dt എന്ന് എടുക്കാം. അപ്പം -15 കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക. t dt നമുക്ക് du/32 എന്ന് എടുക്കാം. ഇനി t ഈക്വൽ ടു -1 വരുമ്പം u ഈസ് ഈക്വൽ ടു 16. t ഈക്വൽ ടു 2 എടുക്കുമ്പം u ഈസ് ഈക്വൽ ടു 16 × 4 64 വരും. Therefore integral over c f of xy ds എന്ന് പറയുന്നത് -1 to 2 എന്നുള്ളത് 16 to 64. f of xyക്കകത്ത് -15 കോൺസ്റ്റൻ്റ് ആണ്. e raised to u t dt എന്ന് പറയുന്നത് du/32 വരും. അപ്പം -15/32 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. -15/32 e raised to uനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ e raised to u 16 to 64 വരും. അപ്പോൾ അത് -15/32 e raised to 64 മൈനസ് e raised to 16 വരും. അപ്പോൾ നമ്മൾ മൈനസ് അകത്തോട്ട് കയറ്റിയാൽ ദിസ് ഈസ് ഈക്വൽ ടു 15/32 e raised to 16 മൈനസ് e raised to 64. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ശരിക്കും നന്നായിട്ടൊരു സമയമെടുത്ത് നിങ്ങൾ പഠിക്കണം. കാരണം ബേസിക് ഓഫ് വെക്റ്റർ ഇൻ്റഗ്രേഷനാണ്. ഇതിൻ്റെ മുന്നോട്ട് പോകും തോറും ഇത് ഡിഫിക്കൽട്ടായിട്ട് വരത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇത് ശ്രമിച്ചാലേ കിട്ടത്തുള്ളൂ.